ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും KBFC സോണിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ മൊറോക്കൻ താരമായ കരീം ബെനാരിഫിനെ എല്ലാവരും സൈൻ ചെയ്തത് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് കരീം ബെനാരിഫ് വന്നിട്ടുള്ളത് ഈ ഒരു സീസൺ അവസാനം വരെയാണ്. എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഏതൊരു ഫോറിൻ പ്ലെയറെയോ ഇന്ത്യൻ പ്ലെയറെയോ സൈൻ ചെയ്ത ആ ഒരു താരത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾ. ഇപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കരീം ബെനാരിഫിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നോക്കാൻ പോകുന്നത്. ഇന്നലെ രാത്രിയോട് കൂടിയിട്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തിനെ ടീമിലോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യം ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയായിരുന്നു. 33 വയസ്സുള്ള ഒരു മിഡ്ഫീൽഡർ ആണ് കരീം ബെനാരിഫ്. ആളുടെ പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വളരെയധികം പൊസിഷൻ കീപ്പ് ചെയ്തും അതേപോലെ തന്നെ ടാക്സിലൂടെയൊക്കെ പോകുന്ന ഒരു താരം കൂടിയാണ്. താരം നിരവധി ക്ലബുകൾക്കൊക്കെ വേണ്ടിയിട്ട് പൂട്ടണിഞ്ഞിട്ടുള്ള ഒരു താരം കൂടിയാണ്. താരം ജനിക്കുന്നത് മൊറോക്കയിലെ റബാത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. താരം നോർത്ത് ആഫ്രിക്കൻ ഫുട്ബോൾ കളിച്ചിട്ടാണ് മുന്നോട്ട് വരുന്നത്. കരീം ബെനാരിഫിന്റെ പ്രൊഫഷണൽ ജേണി ആരംഭിക്കുന്നത് മൊറോക്കോയിൽ തന്നെയാണ്. താരം മൊറോക്കയിലെ പ്രധാനപ്പെട്ട ക്ലബുകൾക്കായിട്ട് ബൂട്ടണിഞ്ഞിട്ടുണ്ട്. FAR റബാത്തും അതേപോലെ തന്നെ FUAC റബാത്തിനൊക്കെ വേണ്ടിയിട്ട് താരം ബൂട്ടണിഞ്ഞിട്ടുണ്ട്. ഈ ഒരു താരം നിരവധി കോമ്പറ്റിറ്റീവ് ടീമുകൾക്ക് വേണ്ടി ബൂട്ടണിഞ്ഞിട്ടുള്ള ഒരു താരം കൂടിയാണ്. താരത്തിന്റെ കോമ്പറ്റിറ്റീവ് മാച്ചിലെ പ്രകടനങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ഇന്റൻസിറ്റിയിലാണ് കളിക്കാറുള്ളത്. ഹൈ ഇന്റൻസിറ്റിയിൽ പ്രോഗ്രസീവ് പാസും അതേപോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഒക്കെ ആയിട്ടാണ് താരം കോമ്പറ്റിറ്റീവ് മത്സരങ്ങളിൽ എപ്പോഴും കളിക്കാറുള്ളത്. മിഡ്ഫീൽഡ് എന്ന് പറയുന്ന പൊസിഷനിൽ താരം വളരെയധികം കോമ്പറ്റിറ്റീവ് ആയിട്ട് കളിക്കാറുള്ള ഒരു താരമാണ്. താരം മൊറോക്കൻ ലീഗിൽ മാത്രമല്ല കളിച്ചിട്ടുള്ളത്, അതിന് പുറത്തുള്ള ക്ലബ്ബുകളിലും കളിച്ചിട്ടുണ്ട്. താരം ലേറ്റസ്റ്റ് ആയിട്ട് കളിച്ചത് ഇറാഖിലായിരുന്നു. ഇറാഖിലെ കർബല SE എന്ന് പറഞ്ഞൊരു ടീമിലായിരുന്നു താരം ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ടായിരുന്നത്. മിഡ്ഫീൽഡിലെ താരത്തിന്റെ റോൾ എന്ന് പറയുന്നത് ബോൾ കീപ്പിങ്ങും അതേപോലെ തന്നെ മുമ്പിലോട്ട് ബോൾ എത്തിച്ചു കൊടുക്കുക. ഈ രണ്ട് കാര്യങ്ങളിലും കരീം ബെനാരിഫ് വളരെയധികം മികച്ചൊരു താരമാണ്. ഓപ്പോണന്റിന്റെ ബോൾ എടുത്തിട്ട് നമ്മളുടെ ടീമിന്റെ അറ്റാക്ക് മൂർച്ച കൂട്ടുക. ഈ ഒരു കാര്യം തന്നെയാണ് നല്ലൊരു മിഡ്ഫീൽഡറിന് ആവശ്യം. എന്തൊക്കെയായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ നിലവിൽ വന്ന മൊറോക്കൻ താരത്തിന് ആ ഒരു കഴിവുണ്ട്. കരീം ബെനാരിഫിന് ഫോർവേഡിലോട്ട് ബോൾ എത്തിച്ചു കൊടുക്കാൻ നല്ല രീതിക്ക് കേപ്പബിൾ ഉള്ള ഒരു താരം കൂടിയാണ്. അതേപോലെ തന്നെ ലിങ്കപ്പ് പ്ലേയിൽ താരത്തിനെ കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കും. താരത്തിന്റെ പൊസിഷൻ അവയർനെസ് അതേപോലെ തന്നെ ഗെയിം റീഡിംഗ് സ്കില്ല് ഇതൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിനെ വളരെയധികം ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. എന്തൊക്കെയായാലും ആരാധകരും ഈ ഒരു താരത്തിന്റെ കാര്യത്തിൽ വളരെയധികം പ്രതീക്ഷ വെക്കുന്നുണ്ട്. April 5 നടക്കുന്ന മത്സരത്തിൽ ഈ ഒരു താരത്തിന് അവസരം കിട്ടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തൊക്കെയായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇങ്ങനത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കണ്ടന്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്.